ബ്രസീൽ vs പനാമ മത്സരം 6-2 ബ്രസീൽ പനാമയെ പരാജയപ്പെടുത്തി. വേൾഡ് കപ്പിന് മുമ്പ് നടക്കുന്ന മത്സരമായതുകൊണ്ട് തന്നെ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂ എല്ലാവർക്കും ആവശ്യമാണ്. സോ അതിലോട്ടാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ് ചെയ്യാം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, കളിയിൽ എനിക്ക് ഭയങ്കര നെഗറ്റീവായി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് പോസ്റ്റിനും സെക്കൻഡ് പോസ്റ്റിനും പുറമെ ബ്രസീൽ നല്ല സ്പേസ് ഓപ്പൺ പ്ലേസിന് കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു ലോങ് റേഞ്ച് ഗോളുകൾക്ക് അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് സ്പേസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ അടുത്ത കളിയിലൊന്നും അത് കീപ്പ് ചെയ്യാതിരിക്കുക. ആ സ്പേസും എന്ത് ചെയ്യണം, ബ്ലോക്ക് ചെയ്യണം. ഓപ്പൺ പ്ലേസിന് കടുക്കരുത്, അമ്മാരി ബ്ലോക്ക് ഇട്ടിട്ട് വേണം ഡിഫൻസ്, ബ്രസീലിന്റെ ഡിഫൻസ് എന്ത് ചെയ്യണം, അടുത്ത തവണ ഓപ്പൺ പ്ലേസിനെ ബ്ലോക്ക് ചെയ്യണം. അതൊരു വലിയ നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിലെ പ്ലേയേഴ്സ് കിഡിലെ പെർഫോമൻസ് ആണ് കാണിച്ചത്. സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയ ഇഗോർ തിയാഗോ, അതുപോലെ തന്നെ ലൂക്കസ് ഡാനിലോ, റയാനൊക്കെ കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ വിനി ജൂനിയർ പെർഫോമൻസ് കാണിക്കോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ആയിരുന്നു. പക്ഷെ വിനിന്റെ ഡ്യൂട്ടി വളരെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് ഓവറുള്ള ഗോൾ കിടിലായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോസ് പാസ് കസമറ ഹെഡ് ചെയ്ത് അതും അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ വിനീഷ്യസിനെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലാണ് ബ്രസീൽ ലീഡ് ചെയ്തെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിൽ 2-1 ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ 4-1 ബ്രസീൽ കളി അവസാനിച്ചത്. അങ്ങനെ 6-2 ബ്രസീൽ കിട്ടിലൻ പെർഫോമൻസിലാണ്. അടിപൊളി കളിയായിരുന്നു. ഒരു എന്താ പറയാ, ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, എനിവേ എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. റാഫിനിനെ എന്തുകൊണ്ട് ആ ഒരു പൊസിഷനിൽ കളിപ്പിച്ചു? അത് പാടില്ലായിരുന്നു, അവിടെ നിന്ന് മാറ്റണം റാഫിനിനെ. ഫ്ലിക്ക് എങ്ങനെയാണോ റാഫിനെ കളിപ്പിച്ചത്? ബാസിൽ ഒരുപാട് പൊസിഷൻ കൊടുത്ത് കളിച്ച് വലിയ മികവൊന്നും കാണിക്കാതെ ഫ്ലിക്ക് വന്നതിന് ശേഷമാണ്, വളരെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ കൊടുത്തതിന് ശേഷമാണ് റാഫിനെ ബാസിൽ കിടിലൻ പെർഫോമൻസ് ആയിട്ട് നിലനിൽക്കുന്നത്. സോ റാഫിനെ പൊസിഷൻ മാറ്റണം. രണ്ടാമത്തെ കാര്യം, ഇഗോർ തിയാഗനെ പരിഗണിക്കപ്പെടണം. കുനനെ മാറ്റിയിട്ട് ആ ഒരു സ്ട്രൈക്കർ സ്ഥാനത്ത് ഇഗോർ തിയാഗനെ വരേണ്ടി വരും. ഡാനിലോനെ കൺസിഡർ ചെയ്യണം. ഡാനിലോ, ഇഗോർ തിയാഗോ ഇവരൊക്കെ അടുത്ത സ്റ്റാർട്ടിംഗ് ലൈനപ്പ് തന്നെ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. റാഫിനി ഉണ്ടായിരിക്കണം, വിനീഷ്യസ് ഉണ്ടായിരിക്കണം. സ്ക്വാഡ് മൊത്തത്തിൽ ഒന്ന് മാറ്റിയിട്ട് വേണം അടുത്ത മാച്ചിൽ അൻസെലോട്ടി ഇറക്കാൻ. ഓക്കെ ഫ്രണ്ട്സ്, കളി കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ സ്കോർസ് മൈൻഡ്.